പാലക്കാടും ഇപ്പോൾ നമ്മൾ കേരളവും. കാരണം നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ആളായതുകൊണ്ടല്ല ചേറ്റൂരിനെ നമ്മൾ അനുസ്മരിക്കാത്തത്. അദ്ദേഹത്തിൻ്റെ ചില നടപടികളോട്, ഗാന്ധിയൻ മൂല്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പാണ് മറ്റ് മുൻ പ്രസിഡന്റുമാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ നൽകാതിരുന്നത് എന്നുകൂടെ അവിടെ ക്ലിയർ ആക്കണം. പക്ഷേ അദ്ദേഹത്തിന് എന്ത് വെച്ചാൽ BJP വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. കാരണം അദ്ദേഹം വർഗീയവാദിയായിരുന്നില്ല, മതസൗഹാർദ്ദത്തിൻ്റെ വക്താവായിരുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഇങ്ങനെയുള്ള മഹൽ വ്യക്തികളെക്കുറിച്ച് അവരുടെ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും വസ്തുനിഷ്ഠമായി നമ്മുടെ തലമുറ അറിഞ്ഞിരിക്കണം. കാരണം ചരിത്രം ഒരു വസ്തുതയാണ്. ഈ ഇതിഹാസങ്ങളെക്കുറിച്ച് തർക്കം ഉണ്ടാവാം. നമ്മുടെ കൂട്ടത്തിൽ ദൈവവിശ്വാസികളുണ്ട്, അല്ലാത്തവരുണ്ട്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ചരിത്രം അങ്ങനെയല്ല. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇതൊന്നും ഡേറ്റ് മാറ്റാൻ പറ്റില്ല. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് 13 15 ആക്കാൻ 17 ആക്കാൻ നമുക്ക് കഴിയില്ല. അത് വസ്തുതയാണ്, നടന്ന കാര്യമാണ്. ഇപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതങ്ങളൊക്കെ ഒരു തുറന്ന പുസ്തകമാണ്. അതിനെക്കുറിച്ച് ഭാവി തലമുറ ചർച്ച ചെയ്യണം. ഇനി മുതൽ ചേറ്റൂർ ശങ്കരൻ നായരുടെ ഈ സ്മരണ എല്ലാ വർഷവും KPCC തന്നെ. കാരണം ചരിത്രം ഒരിക്കലും വളച്ചൊടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളോടും വിയോജിപ്പുള്ളപ്പോൾ തന്നെ ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞാൽ ചരിത്രമാണല്ലോ. കോൺഗ്രസിന് ഇതുവരെ ഒരു പ്രസിഡന്റ് കേരളത്തിൻ്റെ പുറത്ത് കേരളത്തിൻ്റെ അകത്തുണ്ടായിട്ടില്ല, ചേറ്റൂർ ശങ്കരൻ നായർ ഒഴികെ.